ഹലോ ഹലോ കേൾക്കാമോ? സ്റ്റാർട്ട് ചെയ്താലോ അത്? നിങ്ങൾ ആ PPT നോക്കിയായിരുന്നോ? നമ്മൾ കുറെ നാൾ മുമ്പാണ് ഫിനിഷ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിൽ കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിൽ നോർമലി 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, പവർ പ്ലാന്റ്. പിന്നെ കൂടുതലും ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ബോയിലർ മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസിൽ നിന്നാണ്. ബോയിലർ മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ്. ഇതിൽ തന്നെ ബോയിലർ മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഹൈഡ്രോളിക് പവർ പ്ലാന്റിന്റെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇതാണ്. അതായത് നമ്മുടെ ടർബൈനെ പറ്റിയാണ്. ടർബൈനിലെ ആപ്ലിക്കേഷൻസ് ലെവൽ വിത്ത് റെസ്പെക്ട് ടു ഹെഡ് ആൻഡ് ഡിസ്ചാർജ് ക്യൂ. പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഇത് ഏതൊക്കെയാണ്? മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഒന്ന് ടർബൈൻ ക്ലാസിഫിക്കേഷൻ. അതിപ്പോൾ മെക്കിനാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ടർബൈൻ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് വിത്ത് റെസ്പെക്ട് ടു ഹെഡ് ആൻഡ് ഡിസ്ചാർജ്. പിന്നെ സ്പെസിഫിക് സ്പീഡിൻ്റെയും ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കാനുള്ളത് ബോയിലേഴ്സിൽ തന്നെ അതിൽ മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ്. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് കവർ ചെയ്തിരിക്കണം. ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും ഒരു 80% ചാൻസ് ആ 2 ക്വസ്റ്റ്യൻ വരാനുള്ള 2 ടോപ്പിക്ക് ഈ 2 ആയിരിക്കും. കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര പേരുണ്ട് സെഷനിൽ? ഇത് മെക്കിന്റെ പോളിടെക്നിക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? പെൽട്ടൺ ടർബൈൻ റിക്വയർസ്. ആർക്കെങ്കിലും ആൻസർ പറയാം? ഓക്കെ. സോറി, സ്ക്രീൻ ഷെയർ ചെയ്തില്ലെന്നോ. അപ്പൊ ഞാനിത് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലല്ലേ? എഴുതിയതും കണ്ടില്ലല്ലേ? ഇപ്പൊ കാണോ? കാണാം സർ. കാണാം. അപ്പൊ ഞാൻ ആദ്യം കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇതൊക്കെയാണ് പറഞ്ഞത്.
നമ്മുടെ പവർ പ്ലാന്റിൽ നോർമലി നിങ്ങൾക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മെക്കാനിക്കലിൽ നിന്ന് വരുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പവർ പ്ലാന്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതിൽ 1 മാർക്ക് പ്രോബബിളി വരുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് നമ്മളൊരു 90% ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത് ഈ ടർബൈൻ ക്ലാസിഫിക്കേഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു ഹെഡ് ആൻഡ് ഡിസ്ചാർജ്, ഏത് തരം ടർബൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ ബോയിലർ, മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ് ആണ്. അപ്പൊ ഈ പെർട്ടിക്കുലർ ആക്സസറീസിന്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ ഈ മൗണ്ടിങ് എവിടെയാണ് വരുന്നത്, ഇതിന്റെ യൂസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മെക്കിന്റെ മോളിക്ക് ചോദിച്ചാണ്. പെൽട്ടൺ ടർബൈൻ റിക്വയർസ്, ഫസ്റ്റ് ഓപ്ഷൻ ഹൈ ഹെഡ് ആൻഡ് ക്യൂ ഡിസ്ചാർജ് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡും ക്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ്. ഫസ്റ്റ് ഓപ്ഷൻ ഹൈ ഹെഡ് ആൻഡ് ഡിസ്ചാർജ്, സെക്കൻഡ് ഓപ്ഷൻ ഹൈ ഹെഡ് ആൻഡ് ലോ ഡിസ്ചാർജ്, തേർഡ് ഓപ്ഷൻ ലോ ഡിസ്ചാർജ് ആൻഡ് ഹൈ ഹെഡ്, ഫോർത്ത് ഓപ്ഷൻ ലോ ഹെഡ്. ബി ആണല്ലേ? ബി ആണ് ഹൈ ഹെഡ് ആൻഡ് ലോ ഡിസ്ചാർജ്. അപ്പൊ അതിന്റെ PPT ഞാൻ ഓൾറെഡി ഇപ്പൊ അജിത് സാറ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഇത് ഈ ഒരു ഒറ്റ ഇത് പഠിച്ചാൽ മതി. അതായത് ഹെഡ്, ഡിസ്ചാർജ്, സ്പെസിഫിക് സ്പീഡ്, ഈ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൈ ഹെഡ്, അതായത് ഹെഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, നമുക്ക് എത്രത്തോളം ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത് എന്ന് നോക്കിയാണ്. അപ്പൊ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് എല്ലാം ഹൈ ഹെഡ് ആപ്ലിക്കേഷൻസ് ആണ്. അതിന്റെ ഒരു റേഞ്ച് കൂടെ ഓർത്തേക്കണം. 250 to 1800 RPM ആണ്, സോറി 1800 മീറ്റർ ആണ് വരുന്നത്. മീഡിയം ആണെങ്കിൽ ഫ്രാൻസിസ്, ലോ ആണെങ്കിൽ കപ്ലാൻ. ഇത് ഒരു ക്ലാസിഫിക്കേഷൻ. ഹെഡ് ഏറ്റവും കൂടുതൽ പെൽട്ടനാണ്, മീഡിയം ഫ്രാൻസിസിനാണ്, ലോ കപ്ലാനാണ്. ഇനി ഡിസ്ചാർജിനും സ്പെസിഫിക് സ്പീഡിനും ഒരേ പോലെയാണ് വരുന്നത്. അതായത് ഈവൻ ദോ ഇത് രണ്ടും ഉണ്ടെങ്കിലും ഇതിന് ക്ലാസിഫിക്കേഷൻ ഒരെണ്ണം പഠിച്ചാൽ മതി. അതായത് ഹൈ ഡിസ്ചാർജ് ആണെങ്കിൽ കപ്ലാൻ, മീഡിയം ഡിസ്ചാർജ് ആണെങ്കിൽ ഫ്രാൻസിസ്, ലോ ഡിസ്ചാർജ് ആണെങ്കിൽ പെൽട്ടൺ. ഈ ഇതിൽ നിന്ന് 1 മാർക്ക് മിക്കവാറും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഒന്ന് ഹെഡിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഡിസ്ചാർജിനും സ്പെസിഫിക് സ്പീഡിനും ഒരേ ക്ലാസിഫിക്കേഷൻ ആണ്, അത് പഠിച്ചിരിക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ സൈൻ തീറ്റ കോസ് തീറ്റ എടുക്കുന്നതുകൊണ്ടാണ് 0, 1/2, 1/√2, √3/2, 1. കോസ് തീറ്റ ആണെങ്കിൽ നേരെ തിരിയും അല്ലെ, 1. അതുപോലെയാണ് പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ, പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കപ്ലാൻ, ഫ്രാൻസിസ്, പെൽട്ടൺ. ഓക്കെ ആണോ ക്വസ്റ്റ്യൻ? ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാലോ ഇനിയിപ്പോ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്, വെളിയിലേക്ക് വരുന്നത്. നമ്മൾ നോർമലി ഈ പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിലും, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വെള്ളമാണ് ഈ പറയുന്ന ടർബൈനിലേക്ക് പോകുന്നത്. മറ്റോടത്ത് സ്റ്റീം ആണ് പോകുന്നത്. സ്റ്റീം പവർ പ്ലാന്റ്, അതായത് ഡീസലും ന്യൂക്ലിയറും, ഇവിടെ എല്ലായിടത്തും സ്റ്റീം വെച്ചിട്ടാണ് നമ്മൾ ടർബൈൻ കറക്കുന്നത്. അപ്പൊ അതിന്റെ ഏത് തരം, അതായത് ഇമ്പൾസ് ഒക്കെ എന്താണ്, ഇതൊക്കെ എന്തൊക്കെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇമ്പൾസ് ആണെങ്കിൽ പെൽട്ടൺ ആയിരിക്കും, റിയാക്ഷൻ ആണെങ്കിൽ കപ്ലാൻ ആൻഡ് ഫ്രാൻസിസ് ആയിരിക്കും. ഇതും ഓർത്തിരിക്കേണ്ടതാണ്. ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ആണ് പെൽട്ടൺ, പിന്നെ റിയാക്ഷന്റെ ആണ് കപ്ലാനും ഫ്രാൻസിസും. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കേണ്ട. അതിപ്പോ ഞാൻ ഒന്നുകൂടെ പറയാം. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ക്ലാസിഫിക്കേഷൻ ഒന്ന് ബേസ്ഡ് ഓൺ ഹെഡ്, ഡിസ്ചാർജ് ആൻഡ് സ്പെസിഫിക് സ്പീഡ്. രണ്ടാമത്തെ ഇമ്പൾസ് ആണോ റിയാക്ഷൻ ആണോ. റിയാക്ഷന്റെ 2 എക്സാമ്പിൾ ആണ് ഫ്രാൻസിസും കപ്ലാൻ. മൂന്നാമത്തെയാണ് വെള്ളം എങ്ങനെയാണ്. അപ്പം അതിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. ടാൻജൻഷ്യല്, റേഡിയല്, ആക്സിയല്. ഇതിന്റെ എക്സാമ്പിൾസ് അറിയോ? ഇതും വരുന്നതാണ് ക്വസ്റ്റ്യന്. ടാൻജൻഷ്യൽ ഫ്ലോയുടെ എക്സാമ്പിൾ എന്താ? പെൽട്ടൺ അല്ലേ സർ? പെൽട്ടൺ ആണ് ടാൻജൻഷ്യൽ ഫ്ലോയുടെ എക്സാമ്പിൾ. അതായത് പെൽട്ടൺ ആണ് ടാൻജന്റ്. പെൽട്ടന്റെ ഒരു
ടി ഒക്കെ ഓർത്താൽ മതി. പെൽട്ടൺ ആണ് ടാൻജൻഷ്യൽ ഫ്ലൂയിഡ്. ഈ ടിയും കൂടെ ഓർത്താൽ മതി. റേഡിയൽ ആണെങ്കിൽ ഏതാണ്? ഫ്രാൻസിസ് ആണ്. പക്ഷെ ഫ്രാൻസിസ് റേഡിയൽ ആണോ? ആക്സിയൽ ഏതാണ്? കപ്ലാൻ. ആക്സിസ് കപ്ലാൻ ആണ്. അത് നമുക്ക് ഷുവറാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു KAX. പക്ഷെ ഫ്രാൻസിസ് എന്ന് പറയുന്നത് മിക്സഡ് ഫ്ലോ ആണ്. എന്ന് പറഞ്ഞാൽ വെള്ളം എൻട്രി ചെയ്യുന്നത് ആക്സിയലായിട്ടും പുറത്തേക്ക് പോകുന്നത് റേഡിയലായിട്ടും ആയിരിക്കും. അതായത് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ വീട്ടിലെ ഫാനില്ലേ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ടർബൈൻ, ഇതാണ് ഓൾട്ടർനേറ്റ്, ഇത് രണ്ടും കൂടെ കപ്പിൾ ചെയ്തിട്ടുണ്ട് ഒരു ഷാഫ്റ്റ് ഉപയോഗിച്ച്. അപ്പം കപ്ലാൻ ആണെങ്കിൽ ആക്സിയലായിട്ടായിരിക്കും വെള്ളം പോകുന്നത്. അതായത് എൻട്രി ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും ഇതിന് പാരലൽ ആയിട്ടായിരിക്കും. ഈ പറയുന്ന ഷാഫ്റ്റിന് പാരലൽ ആയിട്ടായിരിക്കും കപ്ലാൻ. ടാൻജൻഷൻ ആണെങ്കിൽ ആ ബക്കറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഫ്രാൻസിസ് ആണെങ്കിൽ എൻട്രി ചെയ്തിട്ട് ഇത് അപ്പം ഇതിന് പാരലായിട്ടല്ല എന്ന് ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ടാൻജൻഷ്യൽ ആണെങ്കിൽ ഇമ്പൾസ്, അതായത് പെൽട്ടൺ. ആക്സിയൽ ആണെങ്കിൽ കപ്ലാൻ. പിന്നെ റേഡിയൽ ആണെങ്കിൽ ഫ്രാൻസിസ്. പക്ഷെ ഇത് മിക്സഡ് ഫ്ലോ ആണ്. അതായത് ഇത് ആക്സിയലിലും ഉണ്ടാവും പ്ലസ് റേഡിയലും കൂടെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് വിച്ച് ഓഫ് ദ ടർബൈൻ ഹാസ് ദ ഹയസ്റ്റ് സ്പീഡ്? ഹയസ്റ്റ് സ്പീഡ് ഉള്ള ടർബൈൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ പെൽട്ടൺ, ബി ഫ്രാൻസിസ്, സി ഇമ്പൾസ്, 4 കപ്ലാൻ. ഇതിൽ ആൻസർ ഏതായിരിക്കും? ഏതായിരിക്കും ആൻസർ? കപ്ലാൻ അല്ലേ സർ? കപ്ലാൻ. എന്താ കാരണം? എന്താ? ബൈ ഹേർട്ട് പഠിച്ചു വെച്ചേക്കല്ലേ? ഹെഡ് ഹെഡ് ലോ ഹെഡ് ആയതുകൊണ്ട്. ലോ ഹെഡ് ആയതുകൊണ്ടാണോ? ലോ ഹെഡ് ടർബൈൻ അല്ലേ കപ്ലാൻ? ലോ ഹെഡ് ടർബൈനാണ് കപ്ലാൻ. അപ്പൊ ഹെഡും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പക്ഷെ അതിലൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടില്ലായിരുന്നോ? ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ല. സ്പെസിഫിക് സ്പീഡ് ഏതിലാണ് കൂടുതൽ? കപ്ലാൻ ടർബൈൻ ആണല്ലേ? അങ്ങനെ ഓർത്തിരിക്കുക. സ്പെസിഫിക് സ്പീഡ് ഏറ്റവും കൂടുതൽ കപ്ലാൻ ടർബൈൻ. പക്ഷെ ആക്ച്വലി നമ്മൾ ഇത് കറങ്ങുന്നതിന്റെ RPM വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? കൂടുതൽ പെൽട്ടൺ ആയിരിക്കും. അത് കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഹയസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? കപ്ലാൻ ആയിരിക്കും. ഇത് വിത്ത് റെസ്പെക്ട് ടു സ്പെസിഫിക് സ്പീഡാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ n റൂട്ട് Q/h ആണ്. അപ്പൊ Qയും Hഉം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ ആണ് ഈ ക്വസ്റ്റ്യൻ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ, ടർബൈൻ ഫോർ 0 to 25 മീറ്റർ ഹെഡ് ഓഫ് വാട്ടർ ഏതായിരിക്കും? അപ്പൊ ലോ ഹെഡ് ആയിരിക്കും. അത് കപ്ലാൻ ആണോ? ലോ ഹെഡ് കപ്ലാൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിയാക്ഷൻ ടർബൈൻ? നോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് എ റിയാക്ഷൻ. എ ഫ്രാൻസിസ്, ബി കപ്ലാൻ, സി പെൽട്ടൺ, ഡി പ്രൊപ്പലർ. പെൽട്ടൺ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്. അതായത് ഈ വാട്ടർ ഹാമർ സെർജ് ടാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ടർ ഹാമർ സെർജ് ടാങ്ക്. പെൻ സ്റ്റോക്കിൽ വരുന്നുണ്ട്. ആ, സെർജ് ടാങ്ക്. ഈ കൺസെപ്റ്റ് വെച്ചും ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് വാട്ടർ ഹാമർ? എന്താണ്? പെൻ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന പ്രഷർ. പ്രഷർ എങ്ങനെ ഉണ്ടാവുന്നത്? എങ്ങനെ പ്രഷർ ഉണ്ടാവുന്നത്? ഇത് ടർബൈൻ ആണ്. അപ്പൊ ഇതൊരു സ്ലാൻഡിങ് പൊസിഷൻ ആണെന്ന് വിചാരിക്കും. ഇവിടെ ഒരു സെർജ് ടാങ്ക് ഉണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും? അതായത് നമുക്ക് ഈ ടർബൈൻ കറക്കിൽ നിർത്തണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വാൽവ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇത് ക്ലോസ് ചെയ്യുകയാണ്. വെള്ളം ഇങ്ങോട്ട് പോവില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇതൊരു ഭയങ്കര ഹെഡ് വളരെ കൂടുതലാണ്. അതായത് ഹൈറ്റ് ഓഫ് ദ ഡാം എന്ന് പറയുന്നത് വളരെ ഇത്രയും നമുക്ക് വെള്ളമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് പെട്ടെന്ന് അടച്ചു കഴിയുമ്പോഴത്തേനും ഈ വെള്ളം എന്തുണ്ടാവും? ഒരു ബാക്ക് പ്രഷർ ഉണ്ടാവും. അപ്പൊ ബാക്ക് പ്രഷർ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഈ പെൻ സ്റ്റോക്കിന് ഡാമേജ് പറ്റാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന സെർജ് ടാങ്ക് ഈ പറയുന്ന ബാക്ക് പ്രഷറിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇതിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പൊ സെർജ് ടാങ്ക് എന്തിനാണ് നമ്മൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ഓർ ടു അബ്സോർബ് ദ ബാക്ക് പ്രഷർ ടു സേവ് ഫ്രം എന്താണ് അതർ ഡാമേജസ്. കൺസെപ്റ്റ് മനസ്സിലായി? ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ. സാർ അപ്പൊ ഈ വാട്ടർ ഹാമർ എന്ന് പറഞ്ഞാൽ വരുന്ന ബാക്ക് പ്രഷറിന് പറയുന്നതാണോ? അല്ല, വാട്ടർ ഹാമർ എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി. നമ്മൾ ഇപ്പം ഹാമർ എന്ന് പറഞ്ഞാൽ വെള്ളം ഇതിനടിക്കാന്നല്ലേ, നമ്മുടെ ചുറ്റിക്ക് അടിക്കാന്ന്. അപ്പൊ നമ്മൾ വീട്ടിൽ നല്ല പ്രഷറുള്ള പൈപ്പാണ് പെട്ടെന്ന് അടച്ച എന്ത് സംഭവിക്കും? ഒരു ജെർക്കും ഒരു സൗണ്ടും കേൾക്കാമല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് പുറത്തുള്ള പൈപ്പ് എന്ന് വിചാരിക്കുക. അതായത് വീടിന്റെ നമ്മൾ ഇപ്പം അല്ല, അതായത് നമ്മൾ അടുക്കളയിലൊന്നും യൂസ് ചെയ്യുന്ന പൈപ്പുള്ള അല്ലാതെ നമ്മുടെ പുറത്തൊരു പൈപ്പ് ഉണ്ടെങ്കിൽ അതിലായിരിക്കും വെള്ളം ആദ്യം വരിക, ഈ ടാങ്കിനോട് ഏറ്റവും അടുത്ത്. അപ്പൊ ആ ഒരു പൈപ്പ് പെട്ടെന്ന് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവും, ഒരു സൗണ്ടും ഉണ്ടാവും. അതിനെയാണ് ഈ പറയുന്ന വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. അത് തിരിച്ചടിക്കുന്നതിനാണ് വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. ആ വെള്ളം ആ ബാക്ക് പ്രഷർ കൊണ്ട് ഉണ്ടാകുന്ന ഫിനോമിനയാണ് വാട്ടർ ഹാമർ. അപ്പൊ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ പെൻ സ്റ്റോക്ക് പൈപ്പ് അത്രയും പ്രഷറിലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വർഷം വളരെ ഹൈ പ്രഷറിലാണ് വെള്ളം വരുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതായത് എന്താണ് സർജ് ടാങ്കിന്റെ യൂസ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ടു ഡിക്രീസ് ദ വാട്ടർ ഹാമർ എഫക്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ദ സഡൻ ക്ലോസേജ് ഓഫ്. ഈ വാട്ടർ ഹാമർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സഡൻ ക്ലോസിംഗ് ഓഫ് കൺട്രോൾ വാൽവ്സ്. സഡൻ ക്ലോസിംഗ് ഓഫ് കൺട്രോൾ വാൽവ്സ് കൂടിയാണ്. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് എഴുതി അയച്ചുതരാം. സഡൻ ക്ലോസിംഗ് ഓഫ് കൺട്രോൾ വാൽവ്സിന്റെ കാരണം കൊണ്ടാണ് വാട്ടർ ഹാമർ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡാമിന്റെയും ടർബൈന്റെയും ഇടയിൽ വരുന്ന ഒരു സാധനമല്ലേ? പെൻ സ്റ്റോക്ക് കണ്ടിട്ടില്ല ഇതുവരെ? സ്റ്റോക്ക് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്നല്ല, ഇതാണ് പെൻ സ്റ്റോക്ക്. ഇത് കണ്ടോ? ഇതുണ്ടോ? ഈ വെള്ളം പോകുന്നുണ്ടോ?
സർ കാണാൻ പറ്റുന്നില്ലല്ലോ. കാണുന്നില്ല. ഇല്ലേ? കാണുന്നില്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ സർ ഒന്നും ബ്ലാങ്കാ. പക്ഷെ ഞാനിപ്പോ ഗൂഗിളിൽ എടുത്ത് അടിക്കുമായിരുന്നു, ഗൂഗിളിൽ അടിച്ച് കാണിക്കുമായിരുന്നു. ഇപ്പോഴോ? സാർ നേരത്തെ റൈറ്റ് ചെയ്തോണ്ടിരുന്ന ആ പേജ് തന്നെ കാണുന്നത്. അത് തന്നെയാണോ കാണുന്നത്? അതെന്നാന്നറിയോ? ഇപ്പൊ ശരിക്കും ഇപ്പൊ കാണോ? കാണാം. ഇതാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറയുന്നത്. ഇതുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാറിലെ പള്ളിവാസലിലുള്ള പെൻസ്റ്റോക്ക് പൈപ്പാണ്. മൂന്നാർ പോയിട്ടുള്ള എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടോ? ഈ പൈപ്പ് കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ? ഈ വെള്ളം ഇതിലെയാണ് വെള്ളം വന്ന് താഴേക്ക് പോകുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഉള്ള ഫിഗർ സംഭവം മനസ്സിലായോ? കൺസെപ്റ്റ് ക്ലിയർ ആയി സാർ. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് എലമെന്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പ്രിവെന്റ്സ് ദ പെൻസ്റ്റോക്ക് ഫ്രം വാട്ടർ ഹാമർ ഫിനോമിനൻ? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് വിച്ച് എലമെന്റ് ഓഫ് hydroelectric power plant prevents the penstock from water hammer phenomenon. Water hammer. A, valves. B, draft tube. C, spillway. D, surge tank. ഏതാ ആൻസർ? സർജ് ടാങ്ക്. സർജ് ടാങ്ക്. ഇതാണ്. അപ്പൊ വാട്ടർ ഹാമർ എന്നാണ് സർജ് ടാങ്ക്. എന്താണ് സ്പിൽവേ? എന്താണ് സ്പിൽവേ? എന്താ? ടർബൈനിൽ തട്ടിക്കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള വെള്ളം പോകുന്ന സ്ഥലമാണ് സ്പിൽവേ എന്ന് പറയുന്നത്. ടെയിൽ റൈസോ? പോകുന്ന സ്ഥലം അല്ല, ടെയിൽ റൈസ് എന്താണ്? ഇത് പെൻസ്റ്റോക്ക് പൈപ്പാണ്. ഇത് പെൻസ്റ്റോക്ക് ആണ്. ഇത് ടർബൈൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ടർബൈൻ കറക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഇവിടുന്നാണ്. അപ്പൊ ഈ വെള്ളം പോകുന്ന ഇതാണ് എന്താണ്? സ്പിൽവേ എന്ന് പറയുന്നത്. വെള്ളം പോകുന്നതാണ് സ്പിൽവേ. അപ്പോൾ ഇവിടെയാണ് എന്തുള്ളത്? വെള്ളം കെട്ടി നിർത്തിയേക്കുന്നത് ഡാമിൽ. ഇത്ര വെള്ളം ഉണ്ടാവില്ല, ഏകദേശം ഈ ലെവലിലായിരിക്കും. ഇവിടെ ആയിരിക്കും വെള്ളം കിടക്കുന്നത്. ഇവിടെ മലയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് സ്പിൽവേ ആണ്. അപ്പം ഇതെന്താണ്? ഇത് ഹെഡ് റൈസ് ആണ്. എത്ര ഹെഡിലാണ്, എത്ര ഹൈറ്റിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇതിനാണ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഹെഡ് റൈസ് ആയിരിക്കും, ഇത് സ്പിൽവേ ആയിരിക്കും. ഇതിനെ ടെയിൽ റൈസും എന്നും പറയും. ടെയിൽ റൈസ് എന്നും പറയും. അപ്പൊ ഈ അടുത്ത ഇതിൻ്റെ അകത്ത് ഈ ഓപ്ഷനകത്ത് വേറൊരു, അപ്പൊ സർജ് ടാങ്ക് കണ്ടു, സ്പിൽവേ കണ്ടു. ഡ്രാഫ്റ്റ് ട്യൂബ് എന്തിനാണ്? ഡ്രാഫ്റ്റ് ട്യൂബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റിയാക്ഷൻ ടർബൈനില്
പ്രഷറിനെ ശരി. റിയാക്ഷൻ ടർബൈനിൽ ഇത് ക്വസ്റ്റൻ ആണ്. ഇത് മിക്കവാറും വരുന്ന ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ടർബൈൻ യൂസസ് ഡ്രാഫ്റ്റ് ട്യൂബ് അല്ലെ വിച്ച് ഓഫ് ദ ടർബൈൻ ഡസ് നോട്ട് യൂസസ് ഡ്രാഫ്റ്റ് ട്യൂബ്. അയ്യോടെ ക്വസ്റ്റൻ ഒന്നാണ്. അപ്പൊ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഡ്രാഫ്റ്റ് ട്യൂബ് ആണെങ്കിൽ വിച്ച് ഓഫ് ദ ടർബൈൻ കണ്ടെയ്ൻസോ അല്ലെങ്കിൽ ഡസ് നോട്ട് കണ്ടെയ്ൻസോ ഉണ്ടാവും, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ടർബൈൻസ് സെറ്റപ്പ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. അത് വളരെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് കുത്താവുള്ളൂ. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് കണ്ട അപ്പം തന്നെ റിയാക്ഷൻ ടർബൈൻ ഏതാണോ നോക്കിയിട്ട് കുത്തരുത്, ആൻസർ കുത്തരുത്. അപ്പൊ റിയാക്ഷൻ ടർബൈനിലാണ് ഡ്രാഫ്റ്റ് ട്യൂബ് വരുന്നത്. അപ്പൊ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഒന്ന് പെൽറ്റണും ഉണ്ട്, അല്ല പെൽറ്റൺ ഇമ്പൾസ് ടർബൈനും ഉണ്ട്, രണ്ട് റിയാക്ഷൻ ടർബൈനും ഉണ്ട്. അപ്പൊ ഇതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവാം എന്താണ് ഇമ്പൾസ്, എന്താണ് വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ആണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന എൻ്റയർ കൈനറ്റിക് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ടർബൈൻ കറങ്ങുന്നത്. അപ്പൊ ഇവിടെ പ്രഷർ എനർജിക്ക് യാതൊരുവിധ റോളും ഇല്ല. പ്രഷർ എനർജിക്ക് നോ റോളാണ്. അത് മാത്രമല്ല പ്രഷർ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും സെയിം ആയിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൈനറ്റിക് എനർജീനെ ഒരു ഹെഡിനെയും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം പ്രഷർ എനർജി, അതായത് ഈ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്റ്റീവ് ഫോഴ്സ് കൊണ്ടും നമ്മൾ അതിനെയും ഇതാക്കി മാറ്റുന്നുണ്ട്, ഇത് ടർബൈൻ കറക്കാനായിട്ട്. അങ്ങനെ പ്രഷർ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഇൻലെറ്റിലും പ്രഷറും ഉണ്ട്, ഔട്ട്ലെറ്റ് പ്രഷറും ഉണ്ട്. അപ്പൊ വെള്ളം പുറത്തേക്ക് പോകണമെങ്കിൽ ഇൻലെറ്റ് പ്രഷർ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഔട്ട്ലെറ്റ് പ്രഷർ. അങ്ങനെയല്ലേ? പ്രഷർ എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് വെളിയിലേക്കാണ് പോവുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രഷർ കുറഞ്ഞു വരുമ്പോൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ അപ്പം ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിയാക്ഷൻ ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഡ്രാഫ്റ്റ് ട്യൂബ് ഏതുതരം ടർബൈൻസിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഈയോടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് നോട്ട് മാൻഡേറ്ററി for the following turbines: A. Francis, B. Pelton, C. Kaplan, D. Rice. ഏതാ ആൻസർ? നോട്ടാണ്. പെൽട്ടൺ. അപ്പൊ വേറൊരിതുണ്ട്. നമ്മൾ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളും പെൽട്ടണും പിന്നെ ഡി ലെവൽ എന്നുള്ള ടർബൈനും കൂടെ ഉണ്ട്. ഡി ലെവൽ ഇതും ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കണം. ഡി ലെവൽ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് അയച്ചു തരാം. ഒന്നുകൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചത്. ഡി റൈസ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്ലോ ആണ്. നമ്മുടെ ഫ്രാൻസിസ് പറഞ്ഞ പോലെ തന്നെ ടർബൈൻ ആണ് ഡി റൈസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഏതാ? ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഏതാണ്? ഇടുക്കി. ഇടുക്കിയൊന്നുമല്ല, പള്ളിവാസലാണ്. പള്ളിവാസലാണ് ഫസ്റ്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പള്ളിവാസലാട്ടോ. പള്ളിവാസലാണ്. ഓർത്തോണം. മൂന്നാർ അവിടെയാണ് ബ്രിട്ടീഷുകാർ ആ സമയത്തുണ്ടായിരുന്നത്. ഇടുക്കിയിലൊന്നും ബ്രിട്ടീഷുകാരില്ലായിരുന്നു എന്ന് ഓർത്താൽ മതി.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാനുള്ളത്. ഇത് നോട്ട് ചെയ്താണ്. ഡി ലെവൽ ടർബൈൻ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ടർ ഹാമർ ഈസ് ഡെവലപ്ഡ് ഇൻ. എവിടെയാണ് വാട്ടർ ഹാമർ ഡെവലപ്പ് ചെയ്തത്? വാട്ടർ ഹാമർ ഈസ് ഡെവലപ്ഡ് ഇൻ എ ടർബൈൻ, ബി പെൻസ്റ്റോക്ക്, സി ഡ്രാഫ്റ്റ് ട്യൂബ്. ഏതാ? പെൻസ്റ്റോക്ക്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് ടർബൈൻ വിത്ത് ഹൈ ഹെഡ് ആൻഡ് ലോ സ്പെസിഫിക് സ്പീഡ്. ഏതായിരിക്കും? ഓപ്ഷൻ പറയാൻ പറ്റും? പെൽട്ടൺ. ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ, ബി modern Francis turbine, axial flow, C radial flow, D mixed flow. ഏതാ ആൻസർ? മിക്സഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളൂ. ഇതിൽ ടാൻജൻഷ്യൽ ഫ്ലോയുടെ എക്സാമ്പിൾ ഏതാ? പെൽട്ടൺ. ആക്സിയൽ കപ്ലാൻ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ പവർ പ്ലാന്റിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ന്യൂക്ലിയർ പ്ലാന്റ് ഇൻ ഇന്ത്യ ഏതാണ്? തമിഴ്നാട്ടിലല്ല. കൽപ്പാക്കാണോ? ഓപ്ഷൻ തരാട്ടോ. കോട്ട, ബി കൽപ്പാക്കം, സി ട്രോംബെ, ഡി താരാപൂർ. ഡി ആണ് ആൻസർ. ചോദിച്ചിട്ടുള്ള PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്തത് യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ക്യൂറി അല്ലേ? ക്യൂറി. വേറെ ഒരു ഇതുകൂടെ ഉണ്ട്. ക്യൂറി ആണ് PSC ചോദിച്ച. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതാണത്? ബെക്യുറൽ. ഇതും കൂടെ ഓർത്തിരുന്നാണ്. ക്യൂറിയും ബെക്യുറലാണ്. പിന്നെ പ്രൈമറി, അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി ഫ്യൂവൽ ഫോർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഫോർ ന്യൂക്ലിയർ എനർജി ഏതാണ്? യുറേനിയം 235. യുറേനിയം 235 ശരിയാണ് ആൻസർ. അബണ്ടന്റ് ന്യൂക്ലിയർ ഫ്യൂവൽ, അബണ്ടന്റ് ന്യൂക്ലിയർ ഫ്യൂവൽ ഏതാ ആൻസർ? പ്ലൂട്ടോണിയം. പൊളോണിയം അല്ല, പ്ലൂട്ടോണിയം. പക്ഷെ പ്ലൂട്ടോണിയത്തിന് പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? സോറി, പ്ലൂട്ടോണിയം അല്ല. മോസ്റ്റ് അബണ്ടന്റ് പ്ലൂട്ടോണിയം അല്ല. ഏതാണ്? തോറിയാണ്. തോറിയാണ്. തോറിയത്തിന് ഇവരുടെ അബണ്ടന്റ് ആണെങ്കിൽ നമുക്ക് തോറിയം യൂസ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ. എന്താ കാരണം?
സ്റ്റേബിൾ അതായത് നമ്മൾ ഫിഷൻ വഴിയാണല്ലോ ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫിഷൻ റിയാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഇനഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ തോറിയത്തിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തോറിയം പ്ലസ് യുറാനിയം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പൊ പുതിയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ കൂടുതലുള്ളത് തോറിയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് അബണ്ടന്റ് ഐസോടോപ്പ് ഓഫ് യുറാനിയം ഏതാ? ഐസോടോപ്പ് ഓഫ് യുറാനിയം 237 237 ആണ്. അല്ല, 238. അപ്പോ പ്രൈമറി ഫ്യൂവലും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് യുറേനിയം 235 ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് അബണ്ടന്റ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ യുറേനിയം 238 ആണ്. അബണ്ടന്റ് ന്യൂക്ലിയർ ഫ്യൂവല് തോറിയാണ്. ഓക്കെ അല്ലേ? ഇത് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി അയച്ചു തരാം, ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മോഡറേറ്ററും കൺട്രോൾ റോഡും കൂടെ ഇതാണ്. അപ്പൊ മോഡറേറ്ററിന്റെ കൺട്രോൾ റോഡിന്റെ ഫംഗ്ഷൻ എന്താ? സ്ലോ ഡൗൺ ചെയ്യാ. ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ദ റിയാക്ഷൻസ് അല്ലെ, കൺട്രോൾ ദ ന്യൂക്ലിയർ റിയാക്ഷൻ. ഇതാണ് ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? മോഡറേറ്റർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ റോഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? എങ്ങനെ സ്ലോ ഡൗൺ ചെയ്യും? ഇത് കൊളീഷൻ വഴിയാണ്. ഇതോ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രോൺസ്. ഇത് അബ്സോർപ്ഷൻ ആണ്. വേറെ എന്ത് ഡിഫറൻസ് ആണുള്ളത്? ഒന്ന് കൊളീഷൻ ആണ്, ഒന്ന് അബ്സോർപ്ഷൻ ആണ്. വേറെ എന്ത് ഡിഫറൻസ് ആണുള്ളത്? അതായത് ഇൻ കേസ് ഓഫ് ആക്സിഡൻസ്, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ മോഡറേറ്ററിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൺട്രോൾ റോഡ് അങ്ങനെയല്ല. ഇൻ കേസ് ഓഫ് ആക്സിഡൻസ് വന്നാൽ ആ പറയുന്ന നമുക്ക് ന്യൂട്രോണിന്റെ ഫ്ലോയിനെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിന്റെ എനർജീനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും കൺട്രോൾ റോഡ് വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെർണോബിൽ കണ്ടവർക്കറിയാം, ഈ എക്സ്പ്ലോഷൻ നടത്തിയതിനു ശേഷം ഇവർ എടുത്തു നോക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താണിത്? ഒരു ഫയർ ഫൈറ്ററിന്റെ ഇത് കാണിക്കത്തില്ല. നിങ്ങൾ ആ ഇത് കണ്ടാണോ? സീരീസ് കണ്ടാണോ? വെബ് സീരീസ് ചെർണോബിൽ കണ്ടാണോ? ചെർണോബിൽ കണ്ട അത് കണ്ടില്ല, കുഴപ്പമില്ല. അതായത് ഇവരെടുത്തു നോക്കും ഈ ഇത് എക്സ്പ്ലോഷൻ നടത്തിയിട്ട്. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ എക്സ്പ്ലോഷൻ നടന്നു കഴിയുമ്പോൾ അവിടുത്തെ എഞ്ചിനീയേഴ്സ് പറയും ഇത് ഒരു ചെറിയ ആക്സിഡന്റ് ആണ്, പക്ഷെ ഇതിന്റെ കോർ എക്സ്പ്ലോഡ് ചെയ്താന്ന് ഇവർക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പറയുന്ന ചുറ്റും ഗ്രാഫൈറ്റിന്റെ കട്ടകൾ ഉണ്ടാവും. അപ്പൊ ഇത് എടുത്തു നോക്കുന്ന ആ സ്പോട്ടിൽ തന്നെ ഈ പറയുന്ന ഫയർ ഫൈറ്ററുടെ കയ്യിൽ പൊള്ളൽ വരും. അയാൾ റേഡിയോ ആക്റ്റീവിന് എക്സ്പോഷർ ആവുകയാണ്. അപ്പോൾ മോഡറേറ്ററും കൺട്രോൾ റോഡും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ പറയുന്ന കൺട്രോൾ ദ ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. അതിന്റെ മോഡറേറ്റർ കൊളീഷൻ വഴിയാണ്, കൺട്രോൾ റോഡ് അബ്സോർപ്ഷൻ ആണ്. അപ്പം PSCയുടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രാവശ്യം ചോദിച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ആൻസർ കൺട്രോൾ ദ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേൽ പറയുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇതിൽ ഏതാ ആൻസർ എന്ന് പറയാം. മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചത്. മോഡറേറ്റർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് എ control the reaction, B slow down the fast moving electrons, C reduce the temperature, D extract heat. ഏതാ ആൻസർ? Slow down the ഫാസ്റ്റ്. ഇതാണ് ആൻസർ. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്തിട്ടാണ്. പക്ഷെ ഒരു പ്രാവശ്യം PSC ഈ പറയുന്ന കൺട്രോൾ റിയാക്ഷനും ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഈ സെയിം. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ എഴുതണ്ടേ? ഇതാണ് സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ.
ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഹെവി വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതിൽ ഏതിന്റെ എക്സാമ്പിൾ ആണ് ഹെവി വാട്ടർ? moderator, Moderator. ഇതിന്റെ കൺട്രോൾ റോഡ്സ് ആയിട്ട് അതൊക്കെ യൂസ് ചെയ്യുന്നത്? Boron. ആ Boron. cadmium, ആ അപ്പൊ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് Water, heavy water. Water. ആ ഹെവി വാട്ടറും നോർമൽ വാട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താ? sodium, Heavy water ആണ് deuterium. ഡ്യൂട്ടീരിയം. എന്താ Isotope. ഡ്യൂട്ടീരിയം? എന്താ? ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. Hydrogen. അപ്പൊ നോർമൽ വാട്ടർ എന്ന് പറഞ്ഞാൽ H2O ആണ്, മറ്റേ D2O ആണ്. D2O. അതെവിടെ പോയി? ഇതാണ് ഇത്. അതായത് മോഡറേറ്ററിനെ കൺട്രോളിനെ പറ്റി ഈ ഒരു സ്ലൈഡും നിങ്ങൾ ബൈഹേർട്ട് പഠിച്ചിട്ട് പോവാ. ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഗ്രാഫൈറ്റ്, ബെറീലിയം, വാട്ടർ ഓർ ഹെവി വാട്ടർ, ഡ്യൂട്ടീരിയം. അപ്പൊ ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഈ ഗ്രാഫൈറ്റും വാട്ടർ. ഇത് സ്ക്രീൻ കാണാവോ? കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണത്തില്ലേ? മോഡറേറ്റർ ആൻഡ് കൺട്രോൾ റോഡ്സിന്റെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ മറ്റേ ആ സ്ലൈഡ് ബൈഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞു. അതായത് ടർബൈൻ ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു സ്ലൈഡാണിത്. മോഡറേറ്റർ ആൻഡ് കൺട്രോൾ റോഡ്, ഇതിന്റെ ഡിഫറൻസ്. അപ്പൊ മോഡറേറ്റർ എന്തിനാന്ന് പറഞ്ഞാൽ ഇസ് യൂസ് ടു റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ഫാസ്റ്റ് മൂവിംഗ് ന്യൂട്രോൺസ് ബൈ സീരീസ് ഓഫ് കൊളിഷൻസ്. ഇവിടെയാണ് ഇറ്റ് അബ്സോർബ്സ് ദ ന്യൂട്രോൺസ് ടു കൺട്രോൾ ദ ചെയിൻ റിയാക്ഷൻ ഓർ ഫിഷൻ റേറ്റ്. ഇവിടെ if the chain reaction is heading out of control, the reactors needs to be able to reduce the concentration of neutrons. ഇവിടെ അങ്ങനെയല്ല. The moderator only slows neutrons down. They do not give any protection if the reaction goes out of control. പിന്നെ ഇതിന്റെ ഇത് ഗ്രാഫൈറ്റ്, ഹെവി വാട്ടർ, ഇവിടെ ബോറോൺ, കാഡ്മിയം, സിൽവർ ഓർ ഇൻഡിയം ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ദ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഫോർ ഷീൽഡിംഗ്, അതേതാ ആൻസർ? concrete, Lead or concrete. Lead or concrete. ലെഡ് ഓർ കോൺക്രീറ്റ്. Lead. അപ്പൊ അതാണ് ഈ ലെഡ് ഓർ കോൺക്രീറ്റ് ആണ്. അതായത് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ നമുക്ക് ഈ പറയുന്ന ഹാംഫുൾ റേസ് ഏക്കാതിരിക്കാനായിട്ട് ഒരു ലെയർ ഉണ്ടാക്കുന്നതിനാണ് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൺട്രോൾ റോഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലെഡ്, ഗ്രാഫൈറ്റ് ഓർ ബേരിയം, ബോറോൺ ഓർ കാഡ്മിയം, യുറേനിയം 235. ഏതാണ്? ഇതാണ് ആൻസർ. ബോറോൺ ഓർ കാഡ്മിയം, ഇതാ ചോദിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്താണെന്നറിയോ? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്താണ്? തോറിയം ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതാണ് അത് പറഞ്ഞ. പിന്നെ വേറെ എന്താണ് അറിയാവുന്നത്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. The fast breeder reactor uses the following moderator: water, CO2, D2O, no moderator. No moderator അല്ലേ? അതാണ് ആൻസർ. നോ മോഡറേറ്റർ ആണ്. അപ്പൊ മോഡറേറ്റർ ഇല്ല യൂസ് ചെയ്യുന്നതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. എ, ബി, സി, ഡി, ഇതാട്ടോ ആൻസർ. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തുണ്ടാവില്ല? മോഡറേറ്റർ എന്നുള്ള ഒരു പാർട്ട് ഉണ്ടാവില്ല.
ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുള്ളത്. ഈ സർ ഈ റീജനറേറ്റീവ് റിയാക്ടർ എന്ന് വെച്ചാൽ എന്താ? അതായത് റീജനറേറ്റീവ് റിയാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമ്മൾ റീജനറേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. റീജനറേഷൻ, സൂപ്പർ ഹീറ്റർ, അങ്ങനെയുള്ള കൺസെപ്റ്റ്. അപ്പോൾ റീജനറേറ്റീവ് റിയാക്ഷന് ഇതല്ലേ ക്വസ്റ്റ്യൻ, അതായത് റീജനറേറ്റീവ് റിയാക്ഷനിൽ ഇതല്ലേ ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. The use of regenerator in a gas turbine cycle effect, അതല്ലേ, അതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻ the use of regenerator in a cycle. First option, it increases efficiency and output. Second option, increases efficiency and no effect on output. C, increases efficiency and decreases output. ഇതിൽ ഏതായിരിക്കും ആൻസർ? എ ആണോ സർ? എ ആണ് അല്ലെ? ഇത് എ അല്ല, ബി ആണ് ആൻസർ. അപ്പൊ റീജനറേഷൻ ഇതിന്റെയൊക്കെ കൺസെപ്റ്റ് എന്താ പറയുന്നത്? നമ്മൾ എഫിഷ്യൻസി ഈസിക്കൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ? എഫിഷ്യൻസി ഈസിക്കൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ എഫിഷ്യൻസി കൂട്ടാം. ഒന്നെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് കുറയ്ക്കാം. അപ്പൊ ഈ പറയുന്ന റീജനറേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്യൂവൽ കൺസപ്ഷൻ കുറച്ചുകൊണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ 1 ലിറ്റർ ഓഫ് ഫ്യൂവലാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റീം, ഫോർ എക്സാമ്പിൾ 10 യൂണിറ്റ്സ് ഓഫ് സ്റ്റീമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു റീജനറേറ്റർ പ്ലാന്റ് യൂസ് ചെയ്താൽ 1 ലിറ്റർ ഓഫ് ഫ്യൂവലിൽ നിന്ന് നമുക്കൊരു 13 യൂണിറ്റ് ഓഫ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാം, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടോ നിങ്ങൾ പോകണ്ട. റീജനറേഷനിൽ ഔട്ട്പുട്ട് കൂടുന്നില്ല, അതായത് സ്റ്റീം പ്രൊഡക്ഷൻ കൂടുന്നില്ല, പക്ഷെ എന്ത് പറയുന്നുണ്ട്, ഇൻപുട്ട് ഫ്യൂവലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫ്യൂവൽ കുറയ്ക്കുന്നുണ്ട്. ഇതാണ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ സർ. നിങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല, പിന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. എന്തായി പ്രിപ്പറേഷൻ ഒക്കെ എന്തായി? വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് മൗണ്ടിങ്സും ആക്സസറീസും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടോ. മൗണ്ടിങ്സ്, ആക്സസറീസ്. അപ്പൊ എന്തിനാണ് ആക്സസറി? മെയിൻ ഫംഗ്ഷൻ എന്താണ്? എഫിഷ്യൻസി കൂട്ടാൻ. അതാണ് എന്ത്? ആക്സസറി അല്ലേ? എഫിഷ്യൻസി കൂട്ടാനാണ് ആക്സസറി. മൗണ്ടിങ്സ് എന്തിനാണ്? സേഫ്റ്റി കൂട്ടാൻ വേണ്ടി. സേഫ്റ്റി കൂട്ടാൻ. അപ്പൊ എഫിഷ്യൻസി ഈ പറയുന്ന പോലെ രണ്ട് രീതിയിൽ കൂട്ടാം. ഒന്നെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാം, അപ്പൊ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് കൂട്ടണം? ഇൻപുട്ട് കൂട്ടണം. അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് കുറയ്ക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്കണോമൈസർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ബോയിലർ ടു എ ഓപ്ഷൻ superheat the steam, B indicate steam level, C reduce the fuel consumption. ഏതാ ആൻസർ? ഏതാ ആൻസർ? സി ആണോ സർ? സി ആണ് ആൻസർ. സി അല്ലേ? ഫ്യൂവൽ കൺസപ്ഷൻ. ഈ സൂപ്പർ ഹീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ പേരെന്താണ്? ആക്സസറി അതൊക്കെയാ? ബോയിലർ ആണോ? അല്ലല്ല, ആക്സസറി അതൊക്കെയാണ്.
സൂപ്പർ നമ്മൾ ഹീറ്റർ, പഠിച്ച ആക്സസ് എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ, എക്കണോമൈസർ, എയർ പ്രീഹീറ്റർ, എയർ പ്രീ ഹീറ്റർ, ഈ മൂന്നല്ലേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക്, ആ സ്റ്റീമിനെ വെറ്റ് സ്റ്റേറ്റിൽ നിന്ന് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക്, അതായത് അതിന് എനർജി കൂട്ടുകയാണ്. അതിനാണ് സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞത്. എക്കണോമൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിനെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട്. വാട്ടറിനെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. എങ്ങനെ ഹീറ്റ് ചെയ്യുന്നത്? അതായത് നമുക്ക് ബോയിലറിൻ്റെ അകത്ത് ഒരു ഫ്യൂല് കൊടുക്കും, കോളൊരു ആഷ് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിനെന്താണ്, കുറെ കത്തിയിട്ട് കുറെ ഫ്ലൂ ഗ്യാസസ് ഉണ്ടാവും. ഫ്ലൂ ഗ്യാസസ് ആയിട്ട് പുറത്തു പോകും. കുറച്ച് ഹീറ്റ് ഈ പറയുന്ന ഫ്ലൂ ഗ്യാസസിലൂടെ പുറത്തു പോകും. അപ്പൊ ഈ പറയുന്ന ഹീറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്തൊക്കെ? എക്കണോമൈസറും എയർ പ്രീ ഹീറ്ററും. എയർ പ്രീ ഹീറ്റർ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്കണോമൈസർ എന്തിനെ ഹീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? വെള്ളത്തെ, അതായത് വെള്ളം. എന്തിനു വേണ്ടിയുള്ള വെള്ളം? നമ്മൾ ബോയിലറിലേക്ക് സ്റ്റീം ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ഇൻപുട്ടാണ് വെള്ളം. അപ്പൊ ആ വെള്ളത്തിനെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ സ്റ്റീം ജനറേഷൻ നടക്കും. അപ്പൊ വെള്ളത്തിനെ ഹീറ്റ് ചെയ്യാനാണ് എന്ത് കൊടുക്കുന്നത്? എക്കണോമൈസർ. എയർ പ്രീ ഹീറ്ററോ? എയറിനെ ഹീറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഈ കമ്പസിനെ കൊടുക്കുന്നതിന് മുമ്പ് എയറിനെ പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിന്റെ ഓർഡർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിന്റെ എയർ പ്രീ ഹീറ്റർ കഴിഞ്ഞാൽ പിന്നെ ചിമ്മിനി ആട്ടോ, ചിമ്മിനിയാണ്. അപ്പൊ ഇതിന്റെ ഓർഡർ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ വേർ ഈസ് എയർ പ്രീ ഹീറ്റർ ഇൻസ്റ്റാൾഡ്? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്താണ്? എക്കണോമൈസർ ആൻഡ് ചിമ്മിനി. ചിമ്മിനി. അതിനകത്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്കണോമൈസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്കണോമൈസറിന്റെ ഇതിപ്പം എക്കണോമൈസർ എവിടെയായിരിക്കും വെച്ചാൽ ബോയിലറിനും ഈ പറയുന്ന എയർ പ്രീ ഹീറ്ററിനും ഇടയിലായിരിക്കും ഈ എക്കണോമൈസർ വരിക. നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ലാസ്റ്റ് ചിമ്മിനിയാണ് ഈ പറയുന്ന ഔട്ടടിച്ച് പോവാണ്. പക്ഷേ ഇതിന് മുമ്പുള്ളതാണ് എന്ത്? എയർ പ്രീ ഹീറ്റർ. ഇതിന് മുമ്പുള്ളതാണ് എക്കണോമൈസർ. ഇതിന് മുമ്പുള്ളതാണ് സൂപ്പർ ഹീറ്റർ. അപ്പൊ ഈ മൗണ്ടിങ് ഇല്ലെങ്കിലും എന്ത് നടക്കും? അല്ല സോറി, ആക്സസറി ഇല്ലെങ്കിലും ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത് ചിമ്മിനി തന്നെയാണോ? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ചിമ്മിനി അല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ചിമ്മിനിക്ക് അകത്ത് നമ്മൾ പോസിറ്റീവും നെഗറ്റീവ് ചാർജും കൊടുത്തുകൊണ്ട് ഈ പറയുന്ന എക്സോസ്റ്റ് ഗ്യാസസിന്റെ കൂടെ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ, നമ്മുടെ വേസ്റ്റ് ഗ്യാസസും അതിനകത്ത് വേറെ അതർ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ പറയുന്ന ചാർജ് കൊടുത്തുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഇതിനെ പോസിറ്റീവ് അട്രാക്ട് ചെയ്ത് ഇതിന്റെ ഇത് കുറയ്ക്കുക. ഈ പറയുന്ന നമ്മൾ വെളിയിലേക്ക് വിടുന്ന ഗ്യാസസിന്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറഞ്ഞത്. അതായിരിക്കും പ്രസിപ്പിറ്റേറ്റർ എന്ന്. എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇങ്ങനെയായിരുന്നു നോട്ടിൽ എഴുതിയ പ്രസിപ്പിറ്റേറ്റർ എന്നുള്ള. അപ്പൊ അത് ചിമ്മിനിക്ക് മുന്നിൽ അത് വരിക. അപ്പോ അത് ചിമ്മിനിക്ക് അകത്താണ്, അല്ലെങ്കിൽ ചിമ്മിനിക്ക് അകത്തോ അല്ലെങ്കിൽ ചിമ്മിനിക്ക് മുമ്പായിട്ടായിരിക്കും വരിക. ചിമ്മിനി കഴിഞ്ഞിട്ടായിരിക്കില്ല, ചിമ്മിനിക്ക് മുമ്പ് തന്നെ ആയിരിക്കും വരിക. അതായത് ഇതിന് പ്രത്യേകിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററിന് എഫിഷ്യൻസിക്കോ സേഫ്റ്റിക്കോ യാതൊരു ബന്ധമില്ല. അത് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഒരു ഡിവൈസ് ആണ്. ഇലക്ട്രോണിക്കലി ചാർജ് ചെയ്തിട്ട് ഇതിനെ അട്രാക്ട് ചെയ്യുന്നു. ഈ പറയുന്ന വേസ്റ്റ് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്ത് ഇത് നമ്മളല്ലാതെ അട്രാക്ട് ചെയ്ത് വേറൊരു രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ആക്സസറീസ് പഠിച്ചു, മൗണ്ടിങ്സ് പഠിച്ചു. എന്താണ് മൗണ്ടിങ്സ്? നമ്മൾ പറഞ്ഞു സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതായത് ബോയിലർ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്
മൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പം മൗണ്ടിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ബോയിലർ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അതേസമയം ആക്സസറീസ് ഇല്ല എന്നുണ്ടെങ്കിലും എന്ത് വർക്ക് ചെയ്യും, എന്ത് വർക്ക് ചെയ്യും, ബോയിലർ വർക്ക് ചെയ്യും. പക്ഷെ എഫിഷ്യൻസി കുറവായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ പോലെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അങ്ങനെ ക്വസ്റ്റ്യൻ പറയാൻ ചാൻസ് ഉണ്ട്. അതായത് ആക്സസറി ഇല്ല എന്നുണ്ടെങ്കിലും ബോയിലർ വർക്ക് ചെയ്യും, പക്ഷെ മൗണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ബോയിലർ ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് അല്ല അത് വേണ്ട, അത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിനു മുമ്പുള്ള നമ്മുടെ ആക്സസറീസ്. ഇൻ എ തെർമൽ പവർ പ്ലാന്റ് ദ ഫീഡ് വാട്ടർ ഈസ് ഹീറ്റഡ് ഇൻ, എവിടെയാ? എക്കണോമൈസർ. അത് ഓർത്താൽ മതി. വെള്ളമാണ് എക്കണോമൈസർ ആയിരിക്കും, എയർ ആണെങ്കിൽ എയർ പ്രീ ഹീറ്റർ ആയിരിക്കും. കൂളിംഗ് ടവർ എന്താണെന്നറിയോ? കൂളിംഗ് ടവർ അറിയോ? കൂളിംഗ് ടവർ എന്താണെന്നറിയോ? ഇങ്ങനെ കുറെ സ്ട്രക്ചേഴ്സ് കണ്ടിട്ടുണ്ടോ? പവർ പ്ലാന്റ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കുറെ സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ? എന്താ കൂളിംഗ് ടവർ? എന്താ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ സിങ്ക് പോലെ, ഹീറ്റ് സിങ്ക് പോലത്തെ. ഡിസിപ്പേറ്റ് ചെയ്യാൻ മാത്രമല്ല, ഈ സാധനമാണ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത്. ഇതുണ്ടോ? നിങ്ങൾ മറ്റേ വോൾവറിൻ ഫിലിം കണ്ടിട്ടുണ്ടോ? എക്സ്പാൻ സീരീസില് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഡെഡ്പൂളും വോൾവറിനും ആയിട്ടുള്ള ഫൈറ്റ് കിടക്കുന്നത് കൂളിംഗ് ടവറിന്റെ മേളിൽ വെച്ച്. അവസാനം കൂളിംഗ് ടവർ തകർന്നു വീഴും. അപ്പം കൂളിംഗ് ടവർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വളരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ആണ് എന്ത് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന വെള്ളം സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്ത് തിരിച്ചത് വെള്ളമായിട്ട് നമ്മൾ റീകൺവേർട്ട് ചെയ്യാനുള്ള കുറെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത്. അപ്പൊ ആ കൂളിംഗ് ടവറിൽ വെച്ചിട്ട് സ്റ്റീം കണ്ടൻസ് ചെയ്ത് വെള്ളമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ വാട്ടർ റീസർക്കുലേഷൻ യൂണിറ്റിലെ ഒരു പാർട്ടാണ്. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ, എന്താണ് നടക്കുന്നത്, ഇവിടെ സ്റ്റീം എന്ത് ചെയ്തു, സ്റ്റീമിനെ കണ്ടൻസ് ചെയ്ത് എന്താക്കും, വാട്ടർ, വെള്ളമാക്കും. ഇത്രയും ഓർത്ത്. ദ സ്റ്റീം വിൽ ബി കൺവേർട്ട്ഡ് ഇൻടു വാട്ടർ യൂസിങ് കൂളിംഗ് ടവർ. ഇതൊരു പ്രാവശ്യം PSC ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ. The thermodynamic cycle on which steam power plant operates is ഏതാ? ഏതാ ആൻസർ? സ്റ്റീം ടർബൈൻ ഇതല്ലേ, റാങ്കൈൻ അല്ലേ? റാങ്കിൻ സൈക്കിൾ. അതാണ് റാങ്കൈനാണ്. സ്റ്റീം അല്ല, പവർ പ്ലാന്റ് എല്ലാം വർക്ക് ചെയ്യുന്ന റാങ്കൈനിലാണ്. പക്ഷെ ഗ്യാസ് ടർബൈൻ ആണെങ്കിൽ ബ്രൈറ്റോണിലാണ്. പക്ഷെ അത് ചോദിക്കത്തില്ല. നിങ്ങളിത് ഓർത്തിരുന്നാൽ മതി. റാങ്കൈൻ സർക്കിൾ ഓർത്തിരിക്കുക. പിന്നെ സൈക്കിൾ ഓർത്തിരിക്കാനുള്ളത് റാങ്കൈൻ സൈക്കിളാണ് പവർ പ്ലാന്റ്. കാർനോട്ട് സൈക്കിളിന്റെ പ്രത്യേകത എന്താ? തിയറിറ്റിക്കൽ മാത്രമാണ്. തിയറിറ്റിക്കലാണ് 100% എഫിഷ്യൻസി. ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളതാണ് ഇത്. ഹൈപ്പോത്തറ്റിക്കൽ. പിന്നെ ഓട്ടോ സൈക്കിള്, ഡീസൽ സൈക്കിൾ. ഓട്ടോ സൈക്കിൾ ഇതിനു വേണ്ടിയാണ്. പെട്രോള്, ഡീസൽ. പിന്നെ ശ്രദ്ധിക്കാനുള്ള, ഓട്ടോ സൈക്കിളിലും ഡീസൽ സൈക്കിളിലും ഹീറ്റ് അഡീഷൻ നടക്കുന്നതും ഹീറ്റ് റിജക്ഷൻ നടക്കുന്നതും ഏത് പ്രോസസ്സിലാണ് നോക്കാം.
അതൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ അടുത്തത് നമ്മൾ ഇതിലേക്ക് പോവാം, മൗണ്ടിങ്സ്. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചു. സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫങ്ഷൻ ഓഫ് ദ ഫോളോയിങ് ഫിറ്റിംഗ് ഈസ് ടു എക്സ്റ്റിങ്ക്യൂഷ് ബോയിലർ ഫർണസ് ഫയർ ഇൻ കേസ് ഓഫ് വാട്ടർ ലെവൽ ഫോളിംഗ് ബിലോ സേഫ് ലെവൽ. ഏതാ ആൻസർ? ഫ്യൂസിബിൾ പ്ലഗ്. ഫ്യൂസിബിൾ പ്ലഗ് ആണ്. ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞിരുന്നു, ഫ്യൂസിബിൾ പ്ലഗിന്റെ സെയിം ഫംഗ്ഷൻ ആണ് നമ്മുടെ പ്രഷർ കുക്കറിന്റെ മേളിലുള്ള ഇതാണ്. ബ്ലോ ഓഫ് കോക്ക് അല്ല, ബ്ലോ ഓഫ് കോക്ക് ഇത് IOക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബ്ലോ ഓഫ് കോക്ക് അല്ല, ഫ്യൂസിബിൾ പ്ലഗ് ആണ്. അപ്പൊ ബ്ലോ ഓഫ് കോക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? സെഡിമെന്റ്സിനൊക്കെ റിമൂവ് ചെയ്യാൻ വാട്ടർ. വെള്ളത്തിന്റെ സെഡിമെന്റ്സിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് ബ്ലോ ഓഫ് കോക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെള്ളം താന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂസിബിൾ പ്ലഗ് ഇതുമായിട്ട് ഓർത്താൽ മതി. നമ്മുടെ പ്രഷർ കുക്കറിന്റെ മേളിലുള്ള ഒരു സേഫ്റ്റി വാൽവ് ഉണ്ടല്ലോ, ഏകദേശം ആ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഇത് മെൽറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇത് എസ്കേപ്പ് ആയി പോകും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 15. The function of the following fitting in a boiler is to prevent the pressure exceeding the maximum limit. സേഫ്റ്റി വാൽവ്. സേഫ്റ്റി വാൽവ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതായത് എല്ലാ ബോയിലറിനും ഒരു ഓപ്പറേറ്റിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു സേഫ് പ്രഷർ ലിമിറ്റ് ഉണ്ടാവും. ആ പ്രഷറിനേക്കാളും കൂടുതൽ പോയാൽ സേഫ്റ്റി വാൽവ് എന്താവും, ഓപ്പറേറ്റ് ആവും. ഈ പറയുന്ന സേഫ്റ്റി വാൽവ് ഓപ്പറേറ്റ് ആയിട്ട് ഈ എക്സ്ട്രാ ഉണ്ടാവുന്ന പ്രഷറിനെ വെളിയിലേക്ക് തള്ളി അതൊരു സേഫ് ലിമിറ്റ് ആയി കഴിയുമ്പോഴത്തേനും വീണ്ടും ഈ സേഫ്റ്റി വാൽവ് ക്ലോസ് ആവും. അപ്പൊ കൂടുതലായിട്ട് അപ്പൊ ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, വിച്ച് ഓഫ് ദ 4 സേഫ്റ്റി വാൽവ് ഈസ് യൂസ്ഡ് ഇൻ ലോക്കോമോട്ടീവ് ആൻഡ് മറൈൻ എഞ്ചിൻസ്. അത് സ്പ്രിംഗ് ലോഡഡ് ആണ്. ഇതിന്റെ ഫിഗർ ഒക്കെ ഞാൻ ഓൾറെഡി ആ PPT കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതോ 14th ക്വസ്റ്റ്യൻ. ദ ഫങ്ഷൻ ഓഫ് ദ ഫോളോയിങ് ഫിറ്റിംഗ് ഇൻ ബോയിലർ is to regulate the flow of steam from one steam pipe to other. ഏതാ ആൻസർ? ഈ 14, 15 നല്ല കൺഫ്യൂഷൻ ആണ്. ഓപ്ഷൻ എ. ഫീഡ് ചെക്ക് വാൽവ് അല്ല, സ്റ്റോപ്പ് വാൽവ് ആണോ? സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ആണ്. അതായത് ഇതിന്റെ എന്താ വെച്ചാല് ഒരു പൈപ്പിനുള്ളിൽ തന്നെ, ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലെ വെള്ളം പോകുന്ന പൈപ്പിലെ ഒരു ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ബാക്കിയുള്ള സർക്യൂട്ടിലേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മളൊരു വാൽവ് ക്ലോസ് ചെയ്യില്ലേ. അതേപോലെ തന്നെയാണ് ഒരു പൈപ്പിൽ നിന്ന് മറ്റൊരു പൈപ്പിലേക്ക് പോകാനായിട്ട് ഇടയ്ക്ക് കുറെ ബട്ടർഫ്ലൈ വാൽവ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ സ്റ്റോപ്പ് വാൽവ് ഉണ്ട്. അപ്പം ആ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആ ഒരു സ്റ്റീമിന്റെ ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് വാൽവ്. പക്ഷെ നമ്മുടെ ഇതങ്ങനെയല്ല. ഇതിനകത്ത് ബോയിലറിലെ എക്സ്ട്രാ പ്രഷറിനെ വെളിയിലേക്ക് വിടാൻ, അതായത് സേഫ് ലിമിറ്റ് കൂടുതലുള്ള എക്സ്ട്രാ പ്രഷറിനെ വെളിയിലേക്ക് വിടാനുള്ള മൗണ്ടിങ് ആണ് എന്ത് പറയുന്നത്, സേഫ്റ്റി വാൽവ്. ഓക്കെ അല്ലേ? ഫ്യൂസിബിൾ പ്ലഗ് ആണെങ്കിൽ ഈ പറയുന്ന ഓവർ ഹീറ്റ് ആയി ഇൻ കേസ് ഓഫ് ഫയർ ഉണ്ടാവുകയാണെങ്കിൽ അത് മെൽറ്റായി ഫയറിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് ഫ്യൂസിബിൾ പ്ലഗ് യൂസ് ചെയ്യുന്നത്. Which of the component, അത് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത, ഈസ് യൂസ് ടു റിക്കവർ ദ വേസ്റ്റ് ഹീറ്റ് ഓഫ് ദ ഫ്ലൂ ഗ്യാസസ് ഫോർ ഹീറ്റിംഗ് ഫീഡ് വാട്ടർ. 16th ക്വസ്റ്റ്യൻ. ഏതാ ആൻസർ? എക്കണോമൈസർ. ഇതാണ്. അടുത്ത 18th ക്വസ്റ്റ്യൻ. നമ്മളെ ബാക്കിയെല്ലാം കവർ ചെയ്തില്ലേ ഇത്? ഫീഡ് ചെക്ക് വാൽവിന്റെ ഫംഗ്ഷൻ കവർ. വിച്ച് ഓഫ് ദീസ് ബോയിലർ ഫിറ്റിംഗ് ഈസ് യൂസ് ടു കൺട്രോൾ ദ സപ്ലൈ ഓഫ് വാട്ടർ ടു ദ ബോയിലർ
and to prevent the escaping of water from the boiler when the pump pressure is less. എന്താണ് ഉത്തരം? അതിന്റെ ആൻസർ ഫീഡ് ചെക്ക് വാൽവ് ആണ്. അപ്പൊ ഫീഡ് ചെക്ക് വാൽവ് എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കൺട്രോളിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് ഫീഡ് ചെക്ക് വാൽവ് യൂസ് ചെയ്യുന്നത്. Which of this boiler fitting is used to control the supply of water to the boiler and to prevent the escaping of water from the boiler when the pump pressure is less? ഓക്കെ ആണോ? പമ്പ് പ്രഷർ കുറവായ എന്താ സംഭവിക്കുക? പമ്പ് പ്രഷർ കുറവായ എന്താ സംഭവിക്കുക? വെള്ളം അകത്തേക്ക് പോകുന്ന തിരിച്ച് ഇങ്ങോട്ട് വരും. അല്ലല്ല, പമ്പ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ബോയിലാവും. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബോയിലായി സ്റ്റീം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ഫയറിനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം കുറഞ്ഞ് സേഫ് ലിമിറ്റിനേക്കാൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രഷർ കുക്കറിൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്? ഈ പ്രഷർ കുക്കറിന്റെ എങ്ങനെയാ ഇത് പെട്ടെന്ന് ഇതാവുന്നത്? നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അടുക്കളയിലല്ലേ? അതിൽ പ്രഷർ കൂടുമ്പോ അതിന്റെ വെള്ളം തിളയ്ക്കുന്ന എത്രയിലാണ്? കുറയും മറ്റും ചെയ്യും. അല്ലല്ല, പ്രഷർ കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പൊ നമുക്ക് കൂടുതൽ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് അത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് വെള്ളം തിളയ്ക്കുന്നത് 120 ഡിഗ്രി, അപ്പൊ അത്രയും കൂടുതൽ ഹീറ്റ് നമുക്ക് കിട്ടുവാണ്, അത് നന്നായിട്ട് വേവിച്ചിടും. അതേസമയം പ്രഷർ കുറഞ്ഞാൽ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അടുത്തത് ദ ഫങ്ഷൻ ഓഫ് എ സ്റ്റീം സെപ്പറേറ്റർ. അപ്പൊ സ്റ്റീം സെപ്പറേറ്റർ അല്ലെങ്കിൽ അതിന് ഒന്നുകൂടെ സ്റ്റീം ട്രാപ്പ് എന്ന് പറയും. അപ്പൊ എന്താണ് സ്റ്റീം ട്രാപ്പ് അല്ലെങ്കിൽ സ്റ്റീം സെപ്പറേറ്റർ? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ പറയുന്ന സ്റ്റീം ഒരു പൈപ്പ് നെറ്റ്വർക്കിൽ കൂടി ഉള്ളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സ്റ്റീം ഏതെങ്കിലും ഒരു ഹിൻഡ്രൻസ് ഉണ്ടായാൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ പ്രഷർ കുക്കറിൽ നിന്ന് പറഞ്ഞ വെള്ളത്തിന്റെ മേളില് അല്ല സ്റ്റീമിന്റെ മേളിലേക്ക് കൈ വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? നിങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടോ? ആരും വെച്ച് നോക്കിയിട്ടില്ലേ? ഹലോ, കൈ പൊള്ളും അല്ലേ? കൈ പൊള്ളും. അപ്പൊ അതുകൊണ്ട് അത് വെച്ചോക്കണം. വെറുതെ ഒരു തവി എടുത്ത് വെച്ച് നോക്കി എന്ത് സംഭവിക്കും? വാട്ടർ പാർട്ടിക്കിൾസ് വരും. വെള്ളം കണ്ടൻസ് ആവും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീമിന്റെ എന്ത് നഷ്ടപ്പെടുന്നു? ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നഷ്ടപ്പെടുന്നു അല്ലെ? അത് സ്റ്റീം കണ്ടൻസ് ചെയ്ത് വെള്ളമാവുന്നു. വെള്ളമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഉണ്ടാക്കിയ സ്റ്റീമിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ്. അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള സ്റ്റീമിന് നമുക്ക് ഫർദർ പ്രോസസ്സിന് ആവശ്യമില്ല. ഇപ്പൊ ഇൻ കേസ് ഓഫ് കണ്ടൻസേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു വാട്ടർ പാർട്ടിക്കിൾസ് എൻട്രാപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സർക്യൂട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് സ്റ്റീം സെപ്പറേറ്റർ അല്ലെങ്കിൽ സ്റ്റീം ട്രാപ്പ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇത് ഞാൻ എന്താ നോട്ട് എഴുതി തരാം, കാരണം ഈ സ്റ്റീം സെപ്പറേറ്ററും സ്റ്റീം ട്രാപ്പിനെ പറ്റി ഒന്നും ഞാൻ ആ PPT മെൻഷൻ ചെയ്തിട്ടില്ല. Which of this boiler fitting is used to inject feed water into the boiler? 20ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ഫീഡ് പമ്പാണ് നമ്മൾ ആക്ച്വലി തിയറിറ്റിക്കലായിട്ട് പഠിച്ചിരിക്കുന്നത്. ഇഞ്ചക്ടറിനെ പറ്റി എവിടെയും പഠിച്ചിട്ടില്ല. പക്ഷേ PSCക്ക് അത് ചോദിച്ചിരിക്കുന്നത് ബോത്ത് ഓഫ് ദം എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇൻ കേസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക? ബോത്ത് ഓഫ് ദം എന്ന് ആൻസർ ചെയ്യാം. നമ്മൾ വെള്ളം ബോയിലറിലേക്ക് കൊടുക്കുന്നതിന് യൂസ് ചെയ്യുന്നത് ഫീഡ് വാട്ടർ പമ്പാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ ഈ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് റെഫേർഡ് ടു സ്റ്റീം ബോയിലർ ആർ ഡിഫൈൻഡ് ആസ് മൗണ്ടിങ്സ്? ഏതാ ആൻസർ? ഏതാ ആൻസർ?
സിയാ. എയും സി ആണോ? സിയും ഇല്ല. എയും സിയും ഉള്ളു. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എയും സി സിയും സേഫ്റ്റി മാത്രമേ ഉള്ളൂ. വാൽവും എക്കണോമിക്സ് ഒഴികെ ബാക്കി മൂന്നുണ്ട്. എക്കണോമിക്സ് വെച്ച് ബാക്കിയുള്ളൂ. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. അതായത് ചോദിക്കേണ്ടത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് റെഫേർഡ് ടു സ്റ്റീം ബോയിലർ ആർ നോട്ട് ഡിഫൈൻഡ് ആസ് മൗണ്ടിങ്സ് എന്നായിരുന്നു ചോദിക്കേണ്ടത് അല്ലേ? അങ്ങനെയായിരുന്നു ചോദിക്കേണ്ടത്. വേറെ ക്വസ്റ്റ്യൻ ഇപ്പൊ നോക്കിപ്പോണ്ട. നമ്മൾ ഈ വാട്ടർ ഹാമർ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈഡ്രോഇലക്ട്രിക് പവർ പ്ലാന്റിലേക്കാണ് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴാണ്. ഈ വാട്ടർ ഹാമർ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് the valves and tap should be avoided, the valve should be closed slowly. ആൻസർ ഏതായിരിക്കും? ക്വസ്റ്റ്യൻ എന്നോട് പറയുക. അതായത് വാട്ടർ ഹാമറിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, പെൻസ്റ്റോക്കിൽ വാട്ടർ ഹാമർ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് വാട്ടർ ഹാമർ ഉണ്ടാവുന്നത്? നമ്മൾ പെട്ടെന്ന് ഈ പറയുന്ന വാൽവ് അടയ്ക്കുന്നതുകൊണ്ടാണ് വാട്ടർ ഹാമർ ഉണ്ടാവുന്നത്. അപ്പൊ ഈ വാട്ടർ ഹാമർ ഒഴിവാക്കാനായിട്ട് നമ്മൾ വാൽവുകൾ പതുക്കെ പതുക്കെ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ടു പ്രിവെന്റ് വാട്ടർ ഹാമർ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ദ വാൽവ് ഷുഡ് ബി ഓൾവേസ് ക്ലോസ്ഡ്, ദ വാൽവ് ഷുഡ് ബി ഓൾവേസ് ഓപ്പൺ, ദ വാൽവ് ഷുഡ് ബി ക്ലോസ്ഡ് സ്ലോലി. ഏതാ ആൻസർ? should be closed slowly. സ്ലോലി. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ ബോയിലർ തന്നിട്ട് ബോയിലറിന്റെ പേര് തന്നിട്ട് ഇതിൽ ഏതാണ് ഇവിടെ ഏതാണ് ഫയർ ട്യൂബ് ബോയിലർ, ഏതാണ് വാട്ടർ ട്യൂബ് ബോയിലർ എന്നാണ്. അപ്പൊ ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ ഇൻസൈഡ് ആയിരിക്കും. ഫയർ ഇൻസൈഡ് ആയിരിക്കും. വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറഞ്ഞാൽ വാട്ടർ വിൽ ബി ഇൻസൈഡ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കണം. ഞാൻ അന്നേരം കോഡൊക്കെ പറഞ്ഞിരുന്നു അല്ലെ, ഓർമ്മയുണ്ടോ? BMW BMW. BMW. അതായത് ഇത്ര ഓർത്താൽ മതി. BMW ഓർക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിൻ്റെ അകത്ത് ബാബ്കോക്സ് ആൻഡ് വിൽകോക്സ് എന്താണ്? വാട്ടർ ട്യൂബ്. വാട്ടർ ട്യൂബ് ആണെന്ന് വിചാരിക്കും. അതിനുശേഷം ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഫയർ ട്യൂബ് ബോയിലേഴ്സിന്റെ പേര് ഓർത്തിരിക്കുകയാണ്. അതായത് C²L² VS എന്ന് ഓർത്താൽ മതി. C²L² VS. C² C എന്തൊക്കെയാണ്? Cochrane കോക്രാൻ, Cornish കോർണിഷും. C² കോക്രാനും കോർണിഷും. എല്ലാം L² എന്തൊക്കെയാണ്? Lancashire locomotive ലോക്കോമോട്ടീവ്. പിന്നെ ഉള്ളത് VS ആണ്. സ്കോട്ടിഷ് Velo സ്കോട്ടിഷ് ആൻഡ് വെലോസ്. ഇത്രയും ഓർത്തിരുന്നത്. C²L² VS. ഇത്രയും ഫയർ ട്യൂബ് ബോയിലർ ഓർത്തിക്കുക. ബാക്കിയെല്ലാം BMW ആണ്. BMWയില് ബാബ്കോക്സ് ആൻഡ് വിൽകോക്സ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന എസും എല്ലൊക്കെ ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം ഓർത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേത് ഓക്കെ ആയിക്കോളും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇനിയിപ്പോ നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കണ്ട കേട്ടോ. പഠിച്ച് തന്നെ റിവൈസ് ചെയ്യുക. അതിനുള്ള സമയമുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ? ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് റീസർക്കുലേഷൻ ഓഫ് വാട്ടർ നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതില് വൺസ് ത്രൂ ബോയിലർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. വൺസ് ത്രൂ ബോയിലർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യാത്ത ബോയിലേഴ്സിനെയാണ് വൺസ് ത്രൂ ബോയിലേഴ്സ്. അതായത് വെള്ളം ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ പറയുന്ന സ്റ്റീം ജനറേഷൻ കഴിഞ്ഞിട്ട് നേരിട്ട് ഒഴിവാക്കുകയാണ്. അപ്പൊ ഈ പവർ പ്ലാന്റ് എവിടെയായിരിക്കും വരുന്നത്? നോർമലി വരുന്നത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് പവർ പ്ലാന്റ് വന്നിരിക്കുന്നത്? പവർ പ്ലാന്റ് ലൊക്കേഷനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാരാമീറ്റർ ഏതാണ്? കേൾക്കുന്നില്ലേ? ഉണ്ട് സർ.
എന്തായിരിക്കും എന്താ പാരാമീറ്റർ എന്തായിരിക്കും? വെള്ളത്തിന്റെ അവൈലബിലിറ്റി, ഫ്യൂവലിന്റെ അവൈലബിലിറ്റി. ഫ്യൂവൽ അല്ല, വെള്ളത്തിന്റെ അവൈലബിലിറ്റി ആയിരിക്കും. കാരണം ഫ്യൂവൽ നമുക്ക് എത്തിക്കാൻ പറ്റും, വെള്ളം നമുക്ക് ഒരു പരിധിക്കുള്ള എത്തിക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് എവിടെയായിരിക്കും? ഒന്നെങ്കിൽ റിവേഴ്സിന്റെ അടുത്തായിരിക്കും, അല്ലെ വലിയ പോൺസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓഷ്യന്റെ അടുത്തായിരിക്കും, കടലിന്റെ അടുത്ത്. അപ്പൊ നോർമലി ഇപ്പൊ എല്ലാം കടലിന്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന കൽപ്പാക്കവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. കൂടംകുളം, കൽപ്പാക്കം, ഇങ്ങനെയുള്ള എല്ലാം കടലിന്റെ അടുത്ത് തന്നെയായിട്ടാണ്. അപ്പം ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ PPT-ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും ഒരു PPT ആക്കോ അല്ലെങ്കിൽ നാളെ തന്നെ പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ അജിത്തിനോട് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.